ഞാൻ ഇവിടെ ഈ തണലത്തിരുന്നതിന്റെ കാരണം പറയാം. ഇനി ഈ തണലത്തിരുന്ന് കേൾക്കേണ്ട ഒരു വാദ്യോപകരണമാണ് എൻ്റെ അടുത്തുള്ളത്. ആ വാദ്യോപകരണം വായിച്ച് എ ഗ്രേഡ് വാങ്ങിച്ച ഒരു മിടുക്കനാണ് എൻ്റെ കൂടെ വിനായക്. വിനായക് ഏതാ സ്കൂള്? ഫറോക്ക് GGVHSS. ഫറോക്കിൽ നിന്നെത്തി. നല്ല മത്സരമായിരുന്നോ? ടൈറ്റ് ആയിരുന്നോ ഇവിടെ? ആയിരുന്നു. അപ്പോൾ മോൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് കേട്ടാലോ? ഒരു സിനിമാ ഗാനമായാലോ? ഓടക്കുഴലിലൂടെ. ഓക്കെ. അപ്പോൾ മോനെ ഓടക്കുഴലിൽ പങ്കെടുത്തു. ഇനി ഏതെങ്കിലും ഇനത്തിൽ മത്സരിക്കുന്നുണ്ടോ? നാദസ്വരം ഇന്നലെ കഴിഞ്ഞു. നാദസ്വരം ഇന്നലെ കഴിഞ്ഞു. അപ്പോൾ ആരാ അഭ്യസിപ്പിക്കുന്ന മോനെ ഓടക്കുഴലും നാദസ്വരം ഒക്കെ? ഓടക്കുഴലിൽ തനിയെ പഠിച്ചതാണ്. നാദസ്വരം ആദ്യം അച്ഛൻ്റെ അടുത്തുനിന്ന് പഠിച്ച്, പിന്നെ അച്ഛൻ പഠിപ്പിച്ചു. ഇപ്പോൾ ചേർത്തല രാമകൃഷ്ണാശാന്റെ വിശ്വനാഥത്തിൽ കുടുംബം വന്നിട്ടുണ്ടോ? നമുക്ക് അവരെ കൂടെ ഒന്ന് വിളിച്ചാലോ? അച്ഛനും ഈ നാദസ്വരം ഒരു വിദ്വാനാണ്. വരൂ. അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കുടുംബം മൊത്തത്തിലാണ്. ചേച്ചിയുണ്ടല്ലേ? ചേച്ചിയുണ്ട്. ചേച്ചി വരൂ. അപ്പോൾ ഇതൊരു കുടുംബമാണ്. ഞാൻ ഇവിടെ ഇരുന്നെന്തിനാന്ന് ഇപ്പോൾ മനസ്സിലായോ? ഒരു കുടുംബമായിട്ട് കലോത്സവത്തിൽ വന്നിരിക്കുകയാണ്. അനിയച്ചാൽ എന്തിയെ? അനിയനില്ല. അച്ഛൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്. അച്ഛൻ്റെ ചേട്ടൻ്റെ മോനുണ്ട്. അച്ഛൻ്റെ ചേട്ടൻ്റെ മോനെ കൂടെ വിളിച്ചാലോ? പേരെന്താ? ഹരിനാഥ് വരൂ. ഹരിനാഥ് ഇങ്ങോട്ട് വരൂ. തൃശ്ശൂർ ജില്ലയാണ്. എന്തോ? തൃശ്ശൂർ ജില്ലയാണ്. അല്ല, ചേട്ടൻ മത്സരിക്കുന്നുണ്ടോ? ഇല്ല, ചേട്ടൻ മത്സരിക്കുന്നു. അല്ല, മത്സരിക്കുന്നുണ്ടോ? മത്സരിക്കുന്നുണ്ട്. പേരെന്താ? ഹരിനാഥ്. മത്സരം കഴിഞ്ഞോ? അതോ? മത്സരം കഴിഞ്ഞു. രണ്ടുപേരും കൂടെ ആണോ നാദസ്വരം പെർഫോം ചെയ്യാൻ പോകുന്നത്? ആണ്. അപ്പോൾ അച്ഛൻ മൈക്ക് പിടിച്ചു കൊടുക്കുവോ മോന്? ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടുപേരുടെ, ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് കേൾക്കാം. രണ്ടുപേരും കൂടെ നാദസ്വരം മത്സരിച്ച് വായിക്കാൻ പോവാണ് റിപ്പോർട്ടറിന് വേണ്ടി. ഓക്കെ, അപ്പൊ തുടങ്ങാം. കുട്ടീൻ്റെ അച്ഛനും അമ്മയുണ്ട്. അച്ഛൻ എത്ര കാലമായിട്ട്? പേരെന്താ ചേട്ടന്റെ? വിനോദ് കുമാർ. എത്ര കാലമായിട്ട് ഈ മേഖലയിലുണ്ട്? 33 വർഷമായിട്ടുണ്ട്. മക്കള് മത്സരിച്ച് വായിക്കാറുണ്ടോ ഇവര്? ഇല്ല, ഇങ്ങനെ പഠിച്ചു വരുന്നല്ലോ. ആണ്. ഇത് കുഞ്ഞുങ്ങൾക്കുള്ള നാദസ്വരമാണ്. മുതിർന്നവർക്ക് വേറെ തരത്തിലുള്ള നാദസ്വരം അല്ലേ? നാദസ്വരം ഇത് ശീവാളി മാറ്റം വരും. അതിപ്പോൾ ഇതിലില്ല. ബലം കൂടിയ സൈസ് ശീവാളിയൊക്കെ ആണ്. അതിലാണ് വായിക്കുക. മോൻ അല്ലാതെ പെർഫോമൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? മത്സരിക്കുന്നതല്ലാതെ ഉണ്ട്. പരിപാടിക്കൊക്കെ പോകാറുണ്ട്. അപ്പൊ എങ്ങനെയാ ഈ ഒരു മേഖലയിലേക്ക് തന്നെ അച്ഛനെ പോലെ തന്നെ തുടരാനാണോ? രണ്ടും വേണോ? ഓക്കെ. നമുക്കപ്പോൾ ഒരു നാടോടി നൃത്തമാണ്. ഇനി നമുക്ക് നാടോടി നൃത്തത്തിലേക്ക് നമുക്ക് പോകാം. ബെഞ്ച്